നാട് വിട്ടാലോ എന്നാലേക്ക് നിന്നെ കൂട്ടി. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങളെ ആരും അന്വേഷിക്കേണ്ട, ടാറ്റ. ഞങ്ങൾ ഒളിച്ചോടാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഒളിച്ചോടാൻ പോകുന്നു. അപ്പൊ ഇനി എല്ലാവരെയും ഗൈസ് കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആളോട് ഒളിച്ചോടാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഒളിച്ചോടി സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. എന്താ നാട്ടിൽ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഈ ചേച്ചിയുടെ ഭർത്താവിനോട് ഒളിച്ചോടുന്നത്? അതെന്തോ ആയിക്കോട്ടെ, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞങ്ങൾ അതിന് സമ്മതം മൂടിയത്. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. അപ്പൊ സാലറി കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒളിച്ചോടുകയാണ്. എന്താ നാട്ടിൽ വേറെ ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചത്? വേറെ ആരെയും കിട്ടിയില്ലേ? ഇത്രയും നാട്ടിൽ ചെറുപ്പക്കാരുണ്ടായിട്ട് ആരെയും അവരെ ഒളിച്ചോടാൻ കിട്ടാഞ്ഞിട്ടാണോ? 18-19 വയസ്സായപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രേമം. അതുകൊണ്ട് ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ വിട്ടുതരില്ല. അതുകൊണ്ട് ഞാൻ ചേട്ടനെയും കൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ കാര്യമൊന്നും ആയിട്ടില്ല, പക്ഷെ എങ്കിലും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് അടിച്ചു മാറ്റി ഒളിച്ചോടി. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുകൊണ്ട് ഞങ്ങള് എന്താ ഒളിച്ചോട്ടത്തിന്റെ മാതിരി ചേച്ചിന്റെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിയതുമല്ല. ഇപ്പൊ പറയുന്നു ചേച്ചിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ അങ്ങോട്ട് വിട്ടുതരുന്നതാണ്, ചേട്ടൻ വരുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ചേച്ചിന്റെ 19 വയസ്സിൽ തുടങ്ങിയ പ്രേമമാണ് ചേട്ടനോടുന്ന് എന്നാണ് പറയുന്നത്. ഇതിന് പ്രേമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിന് വേറെ ചിലത് പറയേണ്ടി വരും. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ എന്ന് വെച്ചാൽ പ്രേമം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 19 ഇപ്പൊ 22 വയസ്സായി. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഒളിച്ചു ഓടുന്നു. ചേച്ചിനെ വിഷമിപ്പിക്കാനല്ല. അങ്ങനെ ചേച്ചിക്ക് ആവശ്യം വന്നാൽ ഞാൻ ചേട്ടനെ പിടിച്ചൊന്നും വെക്കില്ല, ചേട്ടനെ വിട്ടു തരുന്നതാണ്. എന്താ ഇത് വേറെ വല്ലതും വേണം? അങ്ങനെ ആവശ്യം വരുമ്പോൾ അങ്ങ് വിട്ടുകൊടുക്കാനും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൊണ്ടുവരാനും. ഇതൊക്കെ പ്രേമം എന്നും പറയാനും പറ്റില്ല, ഒളിച്ചോട്ടം പറയാൻ പറ്റില്ല. ഇതിന് വേറെ പല പേരുകളിട്ട് വിളിക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് അനിയത്തിക്കുട്ടി നാട് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നാട് വിട്ടു, പക്ഷെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഇന്ന്. അപ്പോൾ ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട് വിട്ടു എന്ന് പറയുകയാണെങ്കിൽ നാട്ടിൽ തന്നെ എവിടെയോ നിന്ന് കറങ്ങുന്നുണ്ട് രണ്ടുപേരും കൂടി. അവർ സെറ്റിൽഡാകാനുള്ള എവിടെയോ റൂം എടുത്ത് സെറ്റിലാകാനുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ശമ്പളം കിട്ടി, സാലറി കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് എന്നാണ് പറയുന്നത്. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. എന്തിന്റെ ചേട്ടനാണ്? അവന് 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ആദ്യം ഒരു ചിന്തയൊന്നുമില്ല. എനിക്കും അവളില്ലാതെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അനിയത്തിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അവളില്ലാതെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്ന് അവളും പറയുന്നുണ്ട്. അതുമാതിരി തന്നെ അവനും പറയുന്നുണ്ട്. രണ്ടുപേർക്കും എന്താ പറയുക, അപ്പോൾ അവർ രണ്ടുപേരും പിരിയാൻ പറ്റുന്നില്ല. പിരിയാൻ പറ്റാത്ത അത്ര കണ്ട് അവർ അടുത്തു പോയി. അവർക്ക് ഒരിക്കലും പിരിയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചേട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് അവളും പറയുന്നുണ്ട്. അതുമാതിരി അനിയത്തിക്കുട്ടി ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് അവനും പറയുന്നുണ്ട്. ഭയങ്കരമായൊരു പ്രണയം എന്ന് പറയും പോലെ ഒരു കാമം എന്ന് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നതാണ്. ഇത്രയും വൃത്തികെട്ട ആളുകൾ ഇപ്പോഴും അല്ലെങ്കിലും ഒരു അനിയത്തിക്കുട്ടിയെ പോലെ കാണേണ്ടത്, ചേച്ചിയുടെ ഭാര്യയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പെങ്ങളെ പോലെ അനിയത്തിയെ പോലെ കാണേണ്ട ഒരു ഒരു അളിയൻ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറും. ഇത്രയും വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് കാണുന്നവനെയൊക്കെ എന്താ പറയുക? ഇപ്പോഴും മാതിരി കാമത്തിന് കണ്ണില്ലാതെന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ്. ഇപ്പോഴും പ്രേമിച്ചൊളിച്ചോടാൻ വേറെ ആരെയും കിട്ടിയില്ല. പെണ്ണില്ലാഞ്ഞിട്ട് പെങ്ങളെ കെട്ടി എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ പോയി കാണുന്നത്. ഇപ്പൊ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ആരെ വിശ്വസിക്കൂടാ? ഞാൻ ആരെ എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ സ്നേഹിക്കൂടാ വിശ്വസിച്ച്? കേരളത്തിൽ ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. എടേ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. അതായത് രണ്ടുപേർക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രായത്തിൽ, ആ കൊച്ചിന് തോന്നുന്ന ഈ പ്രായത്തിൽ തോന്നുന്ന ഒരുതരം ഭ്രാന്താണ്.
ഇത്രയും പ്രായവും പക്വതയുള്ള ഈ ചങ്ങായിക്ക് ഇതൊന്നും മനസ്സിലാകാതെ എന്ത് പ്രാന്താ കാണിച്ചിരിക്കുന്നത്. ഭാര്യയുടെ സ്വന്തം അനിയത്തിനെയും കൊണ്ടാണ് ഓടുന്നത്. ഇമാതിരി പ്രാന്തന്മാര് ഇല്ലെങ്കിൽ മെന്റലുകളായിട്ടുള്ള ഒരാളുകൾ ഇതിനൊന്നും എന്താ പറയുക, അമ്മ പങ്കന്മാരുള്ള ആ സ്നേഹവും ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യമൃഗം എന്ന് പറയുന്ന ഓരോ ടൈപ്പ് ആളുകൾ. ഇവരൊക്കെ എന്താ പറയുക? ഇതിനെയൊക്കെ പ്രേമെന്ന് പറയാൻ പറ്റുമോ? സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? കാമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ. അങ്ങനെ 2025 പുതിയ പുതിയ ന്യൂസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തല അമ്പരന്ന് പോകുന്നു, പലതരത്തിലുള്ള. ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്, ഞാൻ വരും. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല ഇവിടെ. ഇവിടെ ഇല്ലാണ്ടെനിക്ക് പറ്റൂല. എല്ലാം ഞാനൊന്ന് കറക്റ്റാക്കി ശരിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരും എന്നാണ് ആൾ പറയുന്നത്. എവിടേക്ക് വരുന്നത്? എന്ത് ഭ്രാന്തൊക്കെയാണ് അവൻ പറയുന്നത്? ഇതിന് തന്നെ ഒരുതരം എന്താ പറയുക, ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ പറയല്ല, തനി ഭ്രാന്താണ്. അതായത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഇനി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല കമൻറ്റുകൾ ഇടുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായും നല്ല അടിപൊളി കമൻറ്റുകൾ ഇടുക. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ബുള്ളറ്റ് അച്ഛൻ.